മിശിഹായാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെയൊക്കെ ജീവിതത്തെ എന്തുമാത്രം രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഓരോ ദിവസവും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ദൈവവചനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്: ആരും രക്ഷിക്കാൻ ഇല്ലാത്തവർക്ക് രക്ഷകനായി വരുന്ന കർത്താവ്. ആരും രക്ഷിക്കാനില്ലാത്തവർക്ക് രക്ഷകനായി വരുന്ന കർത്താവ്. നമുക്കറിയാം, ചില ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഒരാളും നമ്മളെ സഹായിക്കാനോ രക്ഷിക്കാനോ കൂടെ ഉണ്ടാവില്ല. അത് മറ്റുള്ളവരുടെ ആഗ്രഹക്കുറവുകൊണ്ടല്ല, ചിലപ്പോൾ സാധിക്കുന്നില്ല, ചിലപ്പോൾ ആരും വരാനില്ല. എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ ജീവിതത്തിലുണ്ടാകാം. ദൈവവചനം നോക്കുക. ദിനവൃത്താന്ത പുസ്തകം 2-ാം അധ്യായത്തിലെ 14 അധ്യായം 11-ാം വചനം. 2 ദിനവൃത്താന്തം 14 അധ്യായം 11-ാം വചനം ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്: കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എത്ര ശക്തിയുള്ള അഭിഷേകം നിറഞ്ഞ വചനമാണോ! കർത്താവെ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരും രക്ഷിക്കാൻ ഇല്ലാത്തവർക്ക് രക്ഷകനായി കർത്താവ് വരും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് വചനം പറയുന്നു? കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ശരണം വയ്ക്കുന്നു. ഈ ഒരു മനോഭാവം നമുക്ക് വേണം. നമുക്ക് കർത്താവിൽ പൂർണ്ണമായും അങ്ങ് ശരണം വയ്ക്കണം. കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കണം. വിശ്വസിച്ചോ, കർത്താവ് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ ഓർക്കും, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും സഹായിക്കാനില്ല, സുഹൃത്തുക്കൾ ആരുമില്ല, ഉള്ളവർക്കൊട്ട് സഹായിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇനി എനിക്ക് രക്ഷയില്ല. രോഗമോ കടബാധ്യതയോ സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഓരോന്നും വരുമ്പോഴും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ മീതെ ഇങ്ങനെയുള്ള ഏത് പ്രതിസന്ധികളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള കർത്താവിൽ ആശ്രയിച്ചാൽ, ആരും രക്ഷിക്കാൻ ഇല്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും കർത്താവ് നമ്മളെ രക്ഷിക്കാനായി വരും. അതിന് ചെയ്യേണ്ടതാണ് വചനത്തിൽ പറയുന്നത്: ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. ഈ ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത്. കർത്താവിൽ പൂർണ്ണമായും ശരണം പ്രാപിക്കണം. ഇത് എന്തുകൊണ്ടാണെന്നോ, ഈ വചനം ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകത്തിലെ ആ 14-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നത്. അന്ന് യൂദ ഭരിച്ചിരുന്നത് ആസ എന്ന രാജാവായിരുന്നു. നല്ല മനുഷ്യൻ, ദൈവവിശ്വാസി, ദൈവത്തിൻ്റെ കൽപ്പനകൾ അതേപടി പാലിച്ച വ്യക്തി. അത് ആ 14-ാം അധ്യായം 1-2 വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആസായുടെ കാലത്ത് 10 വർഷം ദേശത്ത് സമാധാനം നിലനിന്നു. ആസ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു. അങ്ങനെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിമാനായി ജീവിച്ചിരുന്ന ഒരു നല്ല രാജാവായിരുന്നു ആസ, യൂദ രാജ്യത്തിൻ്റെ. ആ സമയത്താണ് എത്യോപ്യർ യൂദ നിവാസികളെ, ഇസ്രായേൽക്കാരെ ആക്രമിക്കാനായിട്ട് വരുന്നത്. എത്യോപ്യൻ സൈന്യം എന്ന് വെച്ചാൽ 10 ലക്ഷത്തോളം സൈനികർ ഒരുമിച്ച് വരികയാണ്. ഇവിടെ ആസായ്ക്ക് യൂദ നിവാസികൾക്ക് ആകെ 3 ലക്ഷം പേരേ ഉള്ളൂ. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനോ അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്താനോ പറ്റില്ല എന്ന് ഈ ആസ രാജാവിന് മനസ്സിലായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആസ ജനങ്ങളോട് പറഞ്ഞു: നമ്മുടെ ശക്തിയോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ യുദ്ധമികവുകൊണ്ടോ ഇവരെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് എന്താ വേണ്ടേ? നമുക്ക് കർത്താവിൽ ആശ്രയം വയ്ക്കാം. കർത്താവിൽ ആശ്രയം വയ്ക്കാം. ആസാ രാജാവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു.
സകലത്തിൻ്റെയും അധിപനും സർവശക്തനുമായ കർത്താവിൽ ആശ്രയം വെച്ചാൽ നമ്മൾ തളർന്നു പോകില്ല, നമ്മൾ തകർന്നു പോവില്ല, ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ യൂദാ നിവാസികളോട് മുഴുവൻ പറഞ്ഞു, കർത്താവിൽ ആശ്രയം വെച്ചു. ആരും രക്ഷിക്കാനില്ലാത്തവർക്ക് രക്ഷകനായി കർത്താവ് വരുമെന്ന്. ആ 14-ാം അധ്യായത്തിലെ 4-ാം വചനം ഇങ്ങനെയാണ്: യൂദാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും ആസ കൽപ്പിച്ചു. അപ്പം 100% കർത്താവിൽ അങ്ങോട്ട് ആശ്രയിച്ചു. എന്നിട്ട് കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കാൻ പറഞ്ഞാൽ വചനം അതേപടി പാലിക്ക്. പിതാവായ ദൈവം എന്ത് കാര്യമാണോ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, അതങ്ങ് പാലിച്ചോ. ഒരു ശത്രുവിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത്രയും നമ്മൾ ഇത് മനസ്സിലാക്കിയതിന് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പരാജയം വരുന്നു, തകർച്ചകൾ വരുന്നു? അങ്ങനെ പരാജയമോ തകർച്ചയോ സങ്കടങ്ങളോ വേദനകളോ വരുമ്പോഴത്തേനും നമ്മളാകെ നിരാശയിൽപ്പെട്ട് തകർന്നു പോകാൻ കാരണം എന്താ? കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നൊന്നല്ല, വലിയ വീഴ്ചകൾ വരുത്തുന്നു. അതാണ് സംഭവം. ദൈവവചനം അനുശാസിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തി ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തളർന്നു പോകില്ല, തകർന്നു പോവില്ല. ഇത് വിശുദ്ധ ഗ്രന്ഥം ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് പറഞ്ഞു തരുന്ന വലിയ ശക്തിയുള്ള സാക്ഷ്യങ്ങളാണ്. ആരൊക്കെ കർത്താവിൽ ആശ്രയിച്ചോ വചനം കടുകട വ്യത്യാസമില്ലാതെ പാലിച്ച് ജീവിക്കുന്നോ അവരാരും തന്നെ പരാജയപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ദൈവമാതാവ് പരാജയപ്പെട്ടോ? അപ്പസ്തോലന്മാർ പരാജയപ്പെട്ടോ? ഇനി പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട വിജാതീയ അപ്പസ്തോലനായ പൗലോസ്ലീഹ പരാജയപ്പെട്ടോ? പഴയ നിയമത്തിലെ ദാവീദ് പരാജയപ്പെട്ടോ? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആസ രാജാവ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം, കൽപ്പനകളും നിയമങ്ങളും എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുശാസിക്കുന്ന വിധത്തിൽ ജീവിച്ചാൽ നമ്മൾ പരാജയപ്പെടില്ല. അത് ആത്മീയമായും ഭൗതികമായും അങ്ങനെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമുക്കൊക്കെ തീഷ്ണതയോടെ വചനം പാലിക്കാൻ, വചനമനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആരും രക്ഷിക്കാനില്ലാത്തവർക്ക് കർത്താവിശംശയ തന്നെ രക്ഷകനായി വരും. അതല്ലേ നമ്മൾ ലൂക്കാട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 18-ാം അധ്യായം 38-39 വചനങ്ങളിൽ ആ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഒരു അന്ധയാചകൻ കർത്താവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ ചങ്കുപൊട്ടി വിളിച്ചു പറഞ്ഞില്ലേ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. ആരും രക്ഷിക്കാനില്ലാത്തവർക്ക് രക്ഷകനായി കർത്താവ് ആ മനുഷ്യൻ്റെ മുന്നിൽ അവതരിച്ചു. ഇത് എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ അക്ഷരം പ്രതി സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, എന്താ വേണ്ടത്? അതാണ് പൂർണ്ണമായും വചനത്തിൽ ശരണം വെക്കണം. വചനം ദൈവമാണെന്നും വചനം എന്നെ രക്ഷിക്കുമെന്നും വചനം എന്നെ ശക്തിപ്പെടുത്തുമെന്നും ഉറച്ച് വിശ്വസിച്ച് വചനത്തിൽ അങ്ങോട്ട് ശരണം വെക്കണം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്കിത് ഈ വചനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. ആ ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 14-ാം അധ്യായം ആ 10-11 വചനത്തിൽ ആസ അവനെതിരെ പുറപ്പെട്ടു. ആർക്കെതിരെയാണ്? ഞാൻ നേരത്തെ അതുകൊണ്ട് അത് പറഞ്ഞു നിർത്തി. ആസ അവനെതിരെ പുറപ്പെട്ടു, എത്യോപ്യൻ രാജാവിനും പട്ടാളത്തിനെതിരെ. ഓർക്കണം, 10 ലക്ഷം പട്ടാളക്കാർ, ഇപ്പുറത്താകട്ടെ യൂദായ്ക്ക് ആസായ്ക്ക് വെറും 3 ലക്ഷം. എന്നിട്ടും ആസ അവനെതിരെ പുറപ്പെട്ടു. ഇരു കൂട്ടരും മരേഷായിലെ സഫാത്ത താഴ്വരയിൽ അണിനിരുന്നു. വീണ്ടും വീണ്ടും ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു, ആസ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് ആരംഭത്തിലെ നമ്മൾ കേട്ടത്, ആരംഭ വചനമായി പറഞ്ഞത്. ആസ പ്രാർത്ഥിച്ചു, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല.
ഈ വചനം പ്രിയപ്പെട്ടവരെ സാധിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിൽ എഴുതി വെക്കണം. എന്നിട്ട് ഇതൊന്ന് പഠിച്ചോ. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് കൈവിടില്ല. കർത്താവ് രക്ഷിക്കും നമ്മളെ. ആരും രക്ഷിക്കാനില്ലോ എന്നോർത്ത് നിരാശയിലേക്ക് പോവുകയല്ല, മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ ലഹരികളിലേക്കോ ചെന്ന് വീണ് തകർന്നു പോവുകയല്ല വേണ്ടത്. കർത്താവിൽ ആശ്രയം വയ്ക്കുകയാണ് വേണ്ടത്. കർത്താവിൽ ശരണം പ്രാപിക്കണം. അതാണ് ആ 14 അധ്യായത്തിൻ്റെ 12-13 വചനം. ആസായുടെയും യൂദായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി. ആര് പരാജയപ്പെടുത്തി എന്ന് പറയുന്നത്? ആസായുടെ പട്ടാളം യൂദാ നിവാസികൾ എത്യോപ്യരെ പരാജയപ്പെടുത്തി എന്നല്ല, കർത്താവ് അവരെ പരാജയപ്പെടുത്തി. കർത്താവ് പരാജയപ്പെടുത്തി. അത് ആ വചനം. ആസായുടെയും യൂദായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വചനം ഇങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ പറയാം യൂദായുടെ പട്ടാളം എത്യോപ്യന്മാരെ പരാജയപ്പെടുത്തി. അതല്ല, കർത്താവ് അവരെ പരാജയപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കർത്താവായിരിക്കണം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മുടെ ചിന്ത, നമ്മുടെ അധരങ്ങൾ, നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കർത്താവ് നിയന്ത്രിക്കുമ്പം കർത്താവാണ് നമുക്ക് വിജയം തരുന്നത്. കർത്താവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. കർത്താവാണ് നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത്. അതാണ് ആ വചനം പറഞ്ഞത്. ആസായുടെയും യൂദായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി. അവർ തോറ്റോടി. ആസായും കൂട്ടരും ഗരാർ വരെ അവരെ പിന്തുടർന്നു. എന്നിട്ട് പറയുന്ന വചനമാണ്, ഒന്നൊഴിയാതെ എത്യോപ്യരെല്ലാവരും മരിച്ചു വീണു. അവർ കർത്താവിൻ്റെയും അവിടുത്തെ സൈന്യത്തിൻ്റെയും മുൻപിൽ തകർന്നു പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണെന്നോ പഴയ നിയമത്തിൽ ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം ഈ 14-ാം അധ്യായത്തിൽ ഇത്ര മനോഹരമായി ഈ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ന് എന്നോടും നമ്മളോടും ഈ സത്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇന്നെന്നല്ല, എല്ലാ കാലത്തും കർത്താവിൽ ആശ്രയിക്കുന്നവർ പരാജയപ്പെടില്ല. ആരും രക്ഷിക്കാൻ ഇല്ലാത്തവരെ കർത്താവ് രക്ഷിക്കുമെന്ന്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളില്ലേ? ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. എന്തുമാത്രം അന്വേഷിച്ചിട്ടും ഒരു ജോലി കിട്ടുന്നില്ല. എത്രമാത്രം പഠിച്ചിട്ടും ഒരു ജോലി കിട്ടുന്നില്ല. എന്തുമാത്രം റെക്കമെൻഡേഷൻസ് നടത്തിയിട്ടും ഒരു ജോലി കിട്ടുന്നില്ല. അങ്ങനെ വിഷമിച്ചും സങ്കടപ്പെട്ടും വേദനിച്ചും കഴിയുന്ന വ്യക്തികളോട് കർത്താവ് പറയുന്നു, കർത്താവിൽ ആശ്രയിച്ചോ, അവിടുന്ന് നമ്മളെ രക്ഷിക്കുമെന്ന്. ഇനി മറ്റാർക്കും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് വാ, വചനത്തിലേക്ക് വാ. അവിടുന്ന് നമ്മളെ രക്ഷിച്ചിരിക്കും. അത് കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞ്, ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കില്ല എന്ന്. മാറ്റം സംഭവിക്കില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവ് പറയുന്ന വാക്കിന് മാറ്റം സംഭവിക്കില്ല. അത് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആ 5-ാം അധ്യായത്തിൽ ബെത്സൈദ കുളക്കടവിൽ കിടക്കുന്ന ആ തളർവാദ രോഗി നമ്മൾ എന്നും വായിച്ച് ധ്യാനിക്കാറുള്ളതല്ലേ? ആരും രക്ഷിക്കാനില്ലാത്ത ആ മനുഷ്യനെ രക്ഷിക്കാൻ കർത്താവ് ചെന്നില്ലേ? ഈശോ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അയാൾ പറഞ്ഞത്, അതിന് കർത്താവെ, വെള്ളമിളകുമ്പോൾ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല എന്നാണ്. ആരും രക്ഷിക്കാനില്ല, ആരുമില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു പോയി, ഇനി എനിക്കാരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എനിക്ക് അല്പം ഭക്ഷണം തരാൻ ആരുമില്ല എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്ന നൂറുകണക്കായ വ്യക്തികളോടാണ് കർത്താവ് ഈശോ പറയുന്നത്, കർത്താവിൽ ആശ്രയിച്ചോ. ബലവാനെതിരെ ബലഹീനനെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന
കർത്താവിൽ ആശ്രയിച്ചോ ആരും രക്ഷിക്കാനില്ലാത്തവരെ കർത്താവ് രക്ഷിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 15-ാം അധ്യായം 2-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നത്. അവൻ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. ആരാ? എത്യോപ്യയിലെ രാജാവ്. ആസാ രാജാവേ, യൂദ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ. ഇന്നത്തെ നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട വചനമാണ് കേട്ടോ ആ 2-ാം വചനം. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആരാ പറയുന്നത് ഓർക്കണം. ശത്രു സൈന്യത്തിൻ്റെ രാജാവ് അവരാകപ്പാടെ തകർന്ന് തരിപ്പണമായി പരാജയപ്പെട്ടപ്പോൾ യൂദ രാജാവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങൾ ജയിച്ചതിൻ്റെ രഹസ്യം ഇപ്പോഴാണ് ഞങ്ങൾക്ക് പിടികിട്ടിയത്. ഞങ്ങൾ ഞങ്ങളുടെ ആയുധത്തിൽ ആശ്രയം വെച്ചു, ഞങ്ങളുടെ അംഗബലത്തിൽ ആശ്രയം വെച്ചു, ഞങ്ങളുടെ സൈന്യ ശക്തിയിൽ ആശ്രയം വെച്ചു. പക്ഷേ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിന്നു. നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരിലാണ്, എന്തിലാണ് ആശ്രയിക്കുന്നത്? ആരോടാണ് ചേർന്ന് നിൽക്കുന്നത്? സമ്പത്തിനോട്, പണത്തിനോടാണോ? സ്വാധീനങ്ങളോടാണോ? മറ്റുള്ള വലിയ വലിയ ആളുകൾ ചേർന്ന് നിൽക്കുന്നോ? പ്രിയപ്പെട്ടവരെ, വചനം നമുക്ക് പറഞ്ഞു തരുന്നു. ശത്രു സൈന്യത്തിൻ്റെ രാജാവാണ് വന്ന് പറഞ്ഞത്, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് പ്രിയപ്പെട്ടവരെ തങ്കലിപികളിൽ നമ്മുടെ ഉള്ളിൽ എഴുതി വെക്കേണ്ട വചനമാണ്. നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം കർത്താവ് നമ്മളോട് ചേർന്നിരിക്കും. ഇത് എന്നെയും നമ്മളെയും പഠിപ്പിച്ചത് ഓർക്കണം. ഒരു ശത്രുക്കളുടെ രാജാവാണ്. അവർക്ക് പോലും ആ ബോധ്യമുണ്ടായി. ഈ യൂദ നിവാസികൾ എല്ലാവരും ഇങ്ങനെ ജയിച്ചതിൻ്റെ രഹസ്യം അവരുടെ ആരോഗ്യമല്ല, അവരുടെ സമ്പത്തല്ല, അവരുടെ യുദ്ധബലമല്ല, യുദ്ധമികവല്ല, കർത്താവിനോട് അവർ ചേർന്ന് നിന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് തകർന്നു പോയ ആരാ ഉള്ളത്? നിരാശയിൽപ്പെട്ടോ എല്ലാ തരത്തിലും ഇല്ലായ്മയിലോ തകർന്ന് തരിപ്പണമായ ജീവിതം നയിക്കുന്നവർ ആരുമില്ല. അവരുടെ ജീവിതത്തിൽ നിറയെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്, അനുഗ്രഹമുണ്ട്. ജീവിതം എന്നും ആനന്ദപ്രദമായിരിക്കും. കാരണം കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം കർത്താവ് നമ്മളോടും ചേർന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 15-ാം അധ്യായം 2-ാം വചനത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത്, നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും, നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും, നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആരും രക്ഷിക്കാനില്ല എന്ന് തോന്നുന്ന അവസരത്തിലും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും കർത്താവിനെ അങ്ങോട്ട് 100% ആശ്രയിച്ചു. അവിടുന്ന് നമ്മളെ രക്ഷിക്കും, അവിടുന്ന് നമ്മളെ രക്ഷയിലേക്ക് നയിക്കും, അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക്, വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവചന ഭാഗം കൂടി നമ്മൾ ഇതിനോട് ചേർന്നൊന്നും മനസ്സിലാക്കിയാണ്. ഇങ്ങനെ ആരും തുണയില്ലാതെ വന്നിട്ട് എല്ലാ തരത്തിലും അനുഗ്രഹവും അഭിഷേകവും രക്ഷയും ഒക്കെ പ്രദാനം ചെയ്ത ഒരു വ്യക്തിയെ കൂടി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. അത് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. ഒരു കാനാൻകാരി സ്ത്രീയില്ലേ, ഒരു കാനാൻകാരി സ്ത്രീ. പ്രിയപ്പെട്ടവരെ, ആ കാനാൻകാരി സ്ത്രീ ഇങ്ങനെ ഒരു തുണയുമില്ല, ആരും രക്ഷിക്കാനില്ല, എനിക്കൊരു രക്ഷയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മകളുടെ കാര്യം പറയാനായിട്ട് ആ കാനാൻകാരി സ്ത്രീ ഈശോയുടെ അടുത്ത് വന്നത്. കാരണം എന്തേ? മകളെ ഇങ്ങനെ പിശാച് ബാധ പിടിച്ച് അങ്ങേയറ്റം അസ്വസ്ഥപ്പെട്ടു. കാണിക്കാത്ത ഡോക്ടേഴ്സില്ല, ചെയ്യാത്ത മരുന്നുകളില്ല, സ്വീകരിക്കാത്ത ഉപദേശങ്ങളില്ല, പക്ഷേ സൗഖ്യം പ്രാപിക്കുന്നില്ല.
ഇനി ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, ആരും രക്ഷിക്കാനില്ല. അങ്ങനെ സങ്കടപ്പെട്ടും വിഷമിച്ചും നിരാശപ്പെട്ടും ഒക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയെക്കുറിച്ച് അറിഞ്ഞതും കർത്താവിൻ്റെ അടുത്തോട്ട് വരുന്നതും. അതുകൊണ്ടാണ് എല്ലാ ആശ്രയവും കർത്താവാണ്, എല്ലാ രക്ഷയും കർത്താവിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കാനാൻകാരി സ്ത്രീ കരഞ്ഞങ്ങോട്ട് കരഞ്ഞു പറഞ്ഞു, കർത്താവേ എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിക്കുന്നുവെന്ന്. ബാക്കി ചരിത്രം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവിൽ ആശ്രയിക്കണം. ഇതുപോലെ നമ്മൾ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമ്മൾ കണ്ടത്. ഞാൻ ഈ പഴയ നിയമത്തിലെ കുറച്ച് കൂടുതൽ വിശദീകരിച്ച് ചിലപ്പോൾ നമ്മൾക്ക് അത് അത്ര പരിചിതമല്ലായിരിക്കും. 4 പേര്. ആസ രാജാവ്, യൂദായുടെ രാജാവായ ആസ. പിന്നെ ഇതാ അതുപോലെ കർത്താവിൽ ആശ്രയിച്ചു ആ അന്ധയാചകൻ. ഇതാ തളർന്നു കിടക്കുന്ന തളർവാദ രോഗി. ഇവിടെ ഇതാ ഒരു കാനാൻകാരി സ്ത്രീ. അപ്പോൾ ഏതൊക്കെ കാരണങ്ങളാൽ, ഏതൊക്കെ കാര്യത്തിന് വേണ്ടി ആരൊക്കെ കർത്താവിൽ ആശ്രയിച്ചോ അവരെല്ലാവരും രക്ഷ പ്രാപിച്ചു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആരംഭത്തിലെ തൊട്ട് അച്ഛൻ പറഞ്ഞു വന്നത്, ആരും രക്ഷിക്കാൻ ഇല്ലാത്തവർക്ക് രക്ഷകനായി വരുന്നവനാണ് കർത്താവ് യേശുമിശിഹ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാം. കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. കർത്താവിൽ ശരണം പ്രാപിക്കാം, അവിടുന്ന് നമ്മളെ രക്ഷിക്കും. ആരും രക്ഷിക്കാനില്ലാത്തവർക്ക് രക്ഷകനായി വരുന്ന കർത്താവിൽ നമുക്ക് ശരണം പ്രാപിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.